നെയ്യാർ സഫാരി പാർക്കിൽ നിന്നും ചാടിയ കടുവയെ കണ്ടെത്തി. സഫാരി പാർക്കിന്റെ പിൻവശത്തെ ഗേറ്റിന് സമീപമാണ് കടുവയുള്ളത്. കടുവയെ കൂട്ടിലാക്കാൻ ശ്രമം ആരംഭിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, എപ്പോഴാണ് ഈ കടുവ ചാടിപ്പോയത്? ഇപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? കൂട്ടിലാക്കാനുള്ള ശ്രമം ഏത് ഘട്ടത്തിലാണ്? ഉച്ചയോടെയായിരുന്നു കടുവ സഫാരി പാർക്കിലേക്ക് എത്തിക്കുന്ന സമയത്ത് കൂട്ടിൽ നിന്ന് ചാടിപ്പോയത്. സഫാരി പാർക്കിനകത്ത് തന്നെയായിരുന്നു ചാടിപ്പോയത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ മറ്റ് ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കടുവ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി. കൃത്യമായി ഈ സഫാരി പാർക്കിന്റെ ഏറ്റവും പിറകുവശത്തുള്ള ഗേറ്റിന് സമീപത്തായിട്ട് തന്നെ കടുവ ഉണ്ടായിരുന്നു. കടുവയെ കണ്ടെത്തിയ ശേഷം കഴിഞ്ഞ അരമണിക്കൂറായി കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ കൂട്ടിലെത്തിച്ച് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. അപ്പോൾ രണ്ടാം ഘട്ടമായി മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. മയക്കുവെടി വെച്ച ശേഷം കടുവയെ കൂട്ടിൽ കയറ്റി മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ ആലോചന. അങ്ങനെയാണ് സാഹചര്യം. കടുവയെ തിരികെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമം പുരോഗമിക്കുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്. ലൈഫ് മിഷൻ സിഇഒ UV ജോസിനെയും യൂണിടാക് MD സന്തോഷ് ഈപ്പനെയും ED ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇരുവരുടെയും സാന്നിധ്യത്തിൽ M ശിവശങ്കറിനെയും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുകയാണ്. ശ്രീനാഥ്, ഈ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുകയാണ് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ വിവരങ്ങൾ തേടുന്നു എൻഫോഴ്സ്മെന്റ്? ഒപ്പം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ അത്തരത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു? UV ജോസിന്റെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 10 മണിക്ക് ആരംഭിച്ചതാണ്. അതായത് ഇപ്പോൾ ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. യഥാർത്ഥത്തിൽ UV ജോസിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശിവശങ്കറിനെയും അതേപോലെ സന്തോഷ് ഈപ്പനെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് യഥാർത്ഥത്തിൽ ഇതിൽ ശിവശങ്കർ എത്രമാത്രം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ധാരണയിലെത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. വടക്കഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടുകളാണ് ഇതുവഴി യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ കരാർ യൂണിടാക്കിന് നൽകാൻ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്? ഇക്കാര്യത്തിൽ ശിവശങ്കറിന്റെ ഇടപെടലുകൾ എത്രമാത്രമാണ്? ഹാബിറ്റാറ്റിനെ ഒഴിവാക്കി യൂണിടാക്കിന് കരാർ നൽകാൻ ശിവശങ്കറിന് പ്രതിഫലം ലഭിച്ചിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ശിവശങ്കർ നേരത്തെ നൽകിയ പല മൊഴികളും അവ്യക്തമായിരുന്നു. മാത്രമല്ല പലതിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യത്തിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമായ ചില തെളിവുകളും നിഗമനങ്ങളിലേക്കും എത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും ശിവശങ്കർ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ കരാർ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഈ പദ്ധതി നടപ്പാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രാഥമികമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ ലംഘിക്കാൻ കാരണക്കാരൻ ശിവശങ്കർ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് ED എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 6 മണി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവച്ചു. പ്രധാന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ M ശിവശങ്കറിന്റെ നിരാഹാര സമരം. 3 ദിവസമായി ശിവശങ്കർ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ED അറിയിച്ചു. ലൈഫ് മിഷനിലെ ശിവശങ്കറിന്റെ പങ്കിനെക്കുറിച്ച് അറിയാൻ സ്വപ്ന അടക്കമുള്ള പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും. ED കസ്റ്റഡിയിലെടുത്ത ശേഷം കഴിഞ്ഞ 3 ദിവസമായി ആഹാരം കഴിക്കാൻ ശിവശങ്കർ കൂട്ടാക്കുന്നില്ലെന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. പാക്ഡ് ജ്യൂസും വെള്ളവും മാത്രമാണ് കുടിക്കുന്നത്. ശാരീരികമായി അവശനാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രമാണോ ഇതെന്ന് EDക്ക് സംശയമുണ്ട്. ചോദ്യം ചെയ്യൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ കസ്റ്റഡി നീട്ടിവാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശിവശങ്കറിനെ അറിയിച്ചു. തനിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്നും കടുത്ത നടുവേദനയുണ്ടെന്നും ശിവശങ്കർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് തുടർച്ചയായ ചോദ്യം ചെയ്യൽ പാടില്ലെന്നതടക്കം ചില നിർദ്ദേശങ്ങൾ കോടതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിന് ഇന്നലെ ആയുർവേദ ചികിത്സ നൽകി. എറണാകുളം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ എത്തിയാണ് ചികിത്സ നൽകിയത്. ഇതിനിടെ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരെ ED വെവ്വേറെ ചോദ്യം ചെയ്യാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷനായി ലഭിച്ചതിൽ കണ്ടെത്താനുള്ള ഒരു ഐഫോൺ എവിടെയുണ്ടെന്ന് തനിക്കറിയാമെന്ന് രമേശ് ചെന്നിത്തല.
പക്ഷേ ഐഫോൺ എവിടെയാണെന്നത് ഇപ്പോൾ താൻ പറയുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തനിക്കെതിരെ സന്തോഷ് ഈപ്പൻ ഉന്നയിച്ച ആരോപണത്തിനെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഞാൻ ഏതായാലും വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും എന്റെ കയ്യിൽ ഐഫോൺ ഇല്ല എന്ന് എല്ലാവർക്കും ബോധ്യം. ഒരാളെ ഞാൻ പിടിച്ചു. എനിക്കെതിരായി കോടിയേരി ബാലകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ PA ആയിരുന്ന വ്യക്തിയുടെ ഫോട്ടോ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ് നിർത്തിയത്. ഇനി ഒരു ഫോൺ കൂടെ കിട്ടാനുണ്ട്. അന്വേഷിക്കട്ടെ ഗവൺമെന്റ്. ശ്വാസം മുട്ടിച്ച് ED. ബംഗളൂരു മയക്കുമരുന്നു കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രധാന ചോദ്യങ്ങൾക്ക് ബിനീഷ് മറുപടി നൽകുന്നില്ല. കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടും. പ്രധാന ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാതെ ബിനീഷ് കോടിയേരി നിസ്സഹകരണം കാട്ടുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ പരാതി. 3 ചോദ്യങ്ങൾക്കാണ് ബിനീഷ് പ്രധാനമായും മറുപടി നൽകാത്തത്. സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിനീഷ് മൗനം പാലിച്ചു. മയക്കുമരുന്ന് കടത്ത് കേസ് പ്രതി അനൂപ് മുഹമ്മദിന് എത്ര രൂപ നൽകിയെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ബിനീഷ് നൽകിയ പണം മയക്കുമരുന്ന് കടത്തിന് അനൂപ് ഉപയോഗിച്ചതായി അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി. രാവിലെ 10 മണിയോടെയാണ് 2ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ഇന്നലെ ചോദ്യം ചെയ്ത 3 ഉദ്യോഗസ്ഥർക്കൊപ്പം മുതിർന്ന 2 ഉദ്യോഗസ്ഥർ കൂടി ഇന്ന് സംഘത്തിൽ ചേർന്നു. അനൂപ് മുഹമ്മദിനൊപ്പമിരുത്തി ബിനീഷിനെ നാളെ ചോദ്യം ചെയ്യാനാണ് ആലോചന. ബിനീഷ് നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി നീട്ടണമെന്ന് അപേക്ഷ നൽകും. അതേസമയം സഹോദരനെയും അഭിഭാഷകനെയും കാണാൻ അനുവദിക്കണമെന്ന ബിനീഷിന്റെ അപേക്ഷയിൽ അന്വേഷണ ഏജൻസി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ കാണാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ബിനോയ് കോടിയേരിയും അഭിഭാഷകരും വിദഗ്ധാഭിപ്രായം തേടിയിട്ടുണ്ട്. നീക്കം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് ഇത്. കേസിൽ NIA ഇടപെടലും ഉടനുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കള്ളപ്പണ കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് CPM. ബിനീഷ് പാർട്ടി അംഗമല്ലെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് പാർട്ടി നിലപാടെന്നും കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം സീതാറാം യെച്ചൂരി പറഞ്ഞു. ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തികളോ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഭവിഷ്യത്ത് നേരിടണമെന്നായിരുന്നു PB അംഗം MA ബേബിയുടെ പ്രതികരണം. ബിനീഷ് കോടിയേരിയുടെ കേസ് വ്യക്തിപരമാണെന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്നുമുള്ള നിലപാടാണ് CPM കേന്ദ്ര നേതൃത്വത്തിൻ്റേത്. ഇതിനാൽ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയേണ്ടതില്ല. ബിനീഷ് പാർട്ടി അംഗമല്ലാത്തതിനാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും കഴിയില്ല. വിഷയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. The point is he is not a party member. The son. So how is the party responsible? Our state secretary himself is on record saying, please investigate the whole issue. If he is guilty, then punish him according to law. That is the position the party is also taking. സ്വർണ്ണക്കടത്തു കേസിൽ ആരോപണ വിധേയനായ M. ശിവശങ്കറിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്രം ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും ആർക്കെതിരെ കേസെടുക്കണമെന്ന് BJP നേതാക്കൾ അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകുകയാണെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള ആരോപിച്ചു. ബിനീഷ് കോടിയേരി തെറ്റ് ശിക്ഷിക്കപ്പെടട്ടെ. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരാക്ഷേപവും ഇല്ലെന്നും SRP പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിക്കെതിരായി ഒരാക്ഷേപവുമില്ല. അദ്ദേഹത്തിൻ്റെ മകനെതിരായി ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവ് ഹാജരാക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കുകയില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തികളോ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഭവിഷ്യത്ത് നേരിടണമെന്നായിരുന്നു PB അംഗം MA ബേബിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചവർക്കും പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ ഉറ്റ ബന്ധുക്കൾക്കും ഇത് ബാധകമാണ്. എന്നാൽ അതിന്റെ പേരിൽ CPM-നെ തകർത്ത് കളയാം എന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും അന്വേഷണ ഏജൻസികളെ RSS രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ഡൽഹി. ബിനീഷ് കോടിയേരിയെ പ്രതിപക്ഷ നേതാവ് സഹായിച്ചിട്ടുണ്ടെന്ന ആരോപണവുമായി K. സുരേന്ദ്രൻ. ബിനീഷിനെതിരായ പാസ്പോർട്ട് കേസുകൾ ഒത്തുതീർപ്പാക്കി കൊടുത്ത് ചെന്നിത്തലയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ താൻ മന്ത്രിയായിരുന്ന കാലത്ത് ബിനീഷ് കോടിയേരിയുടെ ഒരു കേസും മുന്നിൽ വന്നിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. 2 പാസ്പോർട്ടിൻ്റെ ഒരു കേസുണ്ടായിരുന്നു. പല മാധ്യമപ്രവർത്തകർ നേരത്തെ അറിഞ്ഞതാണ്. ഈ 2 പാസ്പോർട്ടിൻ്റെ കേസ് പുറം ലോകം അറിയാതെ ഒതുക്കി കൊടുത്തത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും. ബിനീഷ് കോടിയേരിയെ എല്ലാ ഇടപാടുകളിലും, മെർക്രിസ്റ്റൻ ഇടപാടായാലും
എല്ലാ കേസുകളിലും ഈ ബിനാമി ഇടപാടുകളിലെല്ലാം കോൺഗ്രസ് പാർട്ടി ഒതുക്കി കൊടുത്തതാണ്. ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ബിനീഷ് കോടിയേരിയുടെ ഒരു കേസും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ഒരു മാധ്യമങ്ങളിലും അതിനെപ്പറ്റിയുള്ള വാർത്തകളും വന്നിട്ടില്ല. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ വാഹനത്തിൽ സ്വർണം കടത്തിയെന്ന് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടന്റെ PA സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ നിഷേധിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനെതിരെ ഗുരുതരമായ ആരോപണമാണ് BJP അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ ഔദ്യോഗിക വാഹനത്തിൽ സ്വർണം കടത്തി. കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടന്റെ PA ആണ് ഇതിന് ഒത്താശ ചെയ്തത്. സ്വർണ്ണക്കടത്ത് അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ അവരുടെ PA സ്വർണ്ണക്കള്ളക്കടത്തിന് സ്പോർട്സ് കൗൺസിലിൻ്റെ വാഹനം ദുരുപയോഗം ചെയ്തതായും അവരുടെ PA നിരവധി തവണ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നതായും അന്വേഷണ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആരോപണം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നിഷേധിച്ചു. രാഷ്ട്രീയ പ്രേരണതയാണ്, അല്ലാതെ ഒരു ലേഡിയെ പറ്റി ഇങ്ങനെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോലിയാണോ? ഞാനൊരു സ്പോർട്സ് പേഴ്സണാണ്, അറിയോ? എന്റെ പണി ഇതല്ല. ഞാനിത് നിയമമായിട്ട് വരിക്ക് പോകുന്നു. എന്ത് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയത്തിന്റെ പ്രേരണ കൊണ്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? താൻ CPM നോമിനിയായിട്ടല്ല സ്പോർട്സ് കൗൺസിലിൽ എത്തിയതെന്ന് മേഴ്സിക്കുട്ടന്റെ PAയും പ്രതികരിച്ചു. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഞാൻ അവിടെ വന്നു. എനിക്കല്ലാതെ എനിക്ക് അറിയത്തില്ല ഒന്നും. ന്യൂസ് 18 തിരുവനന്തപുരം. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് ജീർണത എല്ലാ തലങ്ങളിലും എത്തിയതിന്റെ ഉദാഹരണമാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മന്ദഗതിയിലാണ്. സ്വപ്നയുടെ വസതിയിൽ നിരന്തരം പോകാറുള്ള പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം എത്തണം. ബിനോയ് ED ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന് അതീവ സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനം. നാളെ മുതൽ സെക്രട്ടേറിയറ്റ് സായുധ സുരക്ഷാ പോലീസിന്റെ നിയന്ത്രണത്തിലാകും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സുരക്ഷാ വീഴ്ചയിൽ 7 പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷ സമരം ശക്തമായ സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. ഇന്നലെ ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. സെക്രട്ടേറിയറ്റിലെ 4 ഗേറ്റുകളുടെയും സുരക്ഷ നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനായിരിക്കും. സായുധ പോലീസ് സുരക്ഷ വരുന്നതോടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം കർശനമാക്കും. മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് സമരക്കാർ എത്തുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ സർക്കാർ പ്രതിസന്ധി കണക്കിലെടുത്ത അടിയന്തര തീരുമാനമെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റ് ബന്ദോബസ്താക്കിയത് കൊണ്ടോ ക്ലിഫ് ഹൗസ് അടച്ചുപൂട്ടിയത് കൊണ്ടോ CCTV ദൃശ്യങ്ങൾ തേച്ചുമാച്ച് കളഞ്ഞത് കൊണ്ടോ ഫയലുകൾ കത്തിച്ചത് കൊണ്ടോ ഒന്നും സത്യം പുറത്തു വരാതിരിക്കില്ല ശ്രീ പിണറായി വിജയൻ. എത്ര അടിച്ചമർത്തലുണ്ടായാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ജനങ്ങൾ നിങ്ങളുടെ ചെയ്തികൾക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതേസമയം ഇന്നലെ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചിലെ സുരക്ഷാ വീഴ്ച ആരോപിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. മ്യൂസിയം CI SI എന്നിവരെ സ്ഥലം മാറ്റി. പ്രതിഷേധത്തിന് പിന്നാലെ കമ്മീഷണർ DCP എന്നിവരെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപടി. 1-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനായിരിക്കും. സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങൾ സംഘർഷഭരിതമായിരിക്കും. VS അനു, ന്യൂസ് 18 തിരുവനന്തപുരം. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മകൻ BJPയിൽ ചേർന്നു. അഡ്വക്കേറ്റ് എബ്രഹാമാണ് BJPയിൽ ചേർന്നത്. കൊച്ചിയിൽ BJP നേതാവ് AN രാധാകൃഷ്ണൻ എബ്രഹാമിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. മതേതര പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനം. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് പങ്കുവെക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അസമിലും കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികളുമായി സീറ്റ് ധാരണയുണ്ടാക്കും. തമിഴ്നാട്ടിൽ DMK നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ തുടരും. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് കൂടി വന്നതോടെ കേരളത്തിൽ ഇടതുമുന്നണി കൂടുതൽ ശക്തമായി എന്നും യെച്ചൂരി പറഞ്ഞു. Likewise, we are working towards a seat sharing arrangement with all the parties and forces that are today determined to
defeat the BJP and also the TMC, which is facilitating the growth of the BJP in the state. So maximizing the pooling of anti-BJP, anti-TMC votes is the objective. For that we'll have seat sharing understanding with all these parties, including the Congress. സീതാറാം യെച്ചൂരി തത്സമയം സംസാരിക്കുന്നു ഫേസ്ബുക്കിലൂടെ. Abolished, replaced by 4 labor codes, bulldozed in a truncated session of the parliament, and all the rights and provisions that were there for the working class and the working people earlier have either been removed completely or substantially diluted. In fact, these codes aim to convert workers into slaves. This is not acceptable. The farm bills that were also bulldozed in a most obnoxious manner in the parliament, denying the MPs the right, their inherent right to ask for a division or a vote on these bills, and suspending some members of parliament because they demanded the right to vote. These agri bills were passed, which only benefits the foreign and domestic agri-business corporation and put our markets and our produce at their mercy. ഇൻകൽ MD സ്ഥാനത്ത് നിന്ന് MP ദിനേശിനെ മാറ്റി. ഉയർന്ന ശമ്പളം ആവശ്യപ്പെട്ട് ഡയറക്ടർ ബോർഡുമായി കലഹത്തിലായിരുന്നു ദിനേശ്. ഇതിന് പിന്നാലെയാണ് MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. 2 ലക്ഷം രൂപയാണ് ശമ്പളമായി നിശ്ചയിച്ചിരുന്നത്. 3.5 ലക്ഷം രൂപയാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ദിനേശിന്റെ നിയമനത്തിൽ ഇൻകലിനകത്ത് തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. കെ മോഹൻലാലാണ് പുതിയ MD. തൊടുപുഴ ഉണ്ടപ്ലാവിൽ അസം സ്വദേശിയായ 5 വയസ്സുകാരന് പിതാവിന്റെ സഹോദരന്റെ ക്രൂരമർദ്ദനം. കുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടലേൽക്കുകയും ആന്തരിക രക്തസ്രാവമുണ്ടാവുകയും ചെയ്തു. പ്രതിയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ടാണ് തൊടുപുഴ ഉണ്ടപ്ലാവിൽ അസം സ്വദേശിയായ 5 വയസ്സുകാരനെ പിതാവിന്റെ സഹോദരൻ ക്രൂരമായി മർദ്ദിച്ചത്. കുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടലേൽക്കുകയും ആന്തരിക രക്തസ്രാവമുണ്ടാകുകയും ചെയ്തു. രാത്രി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച കുട്ടിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് തൊടുപുഴ പോലീസ് പ്രതിയായ ഇംദാദുൽ ഹക്കീമിനെ കസ്റ്റഡിയിലെടുത്തു. പ്രതി പലതവണ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആശാപ്രവർത്തകർ വീട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും നാട്ടുകാർ. ഈ കുട്ടിയെ പലതവണയായിട്ട് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുകയുണ്ടായി. പക്ഷേ ആ കുട്ടി വരാൻ തയ്യാറാകാതെ വന്നപ്പോൾ കുട്ടിയെ എടുത്തു വന്ന് കഴുത്തിൽ പിടിച്ച് മുഖവും വായും കൂടി ഒരു തലയിൽ പിടിച്ചെടുത്ത് നിലത്തേക്ക് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പം തന്നെ കുട്ടിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി. അപ്പം എല്ലാവരും ഒച്ചയായിട്ട് വന്ന എല്ലാവരും പറഞ്ഞ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ അതിന് കൂട്ടാക്കിയില്ല. കുട്ടി അപകടനില തരണം ചെയ്തെന്ന് തൊടുപുഴയിലെ ആശുപത്രി അധികൃതർ അറിയിച്ചു. മരപ്പണിക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുടുംബം കഴിഞ്ഞ 1 വർഷമായി തൊടുപുഴ ഉണ്ടപ്ലാവിലാണ് താമസം. ന്യൂസ് 18 തൊടുപുഴ. വാളയാർ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കണമെന്ന അമ്മയുടെ അപേക്ഷയ്ക്ക് സർക്കാർ മറുപടി നൽകിയത് കത്ത് നൽകി 1-ാം വർഷത്തിൽ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കിയാണ് കത്ത്. എന്നാൽ തന്റെ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ 1 വർഷമെടുത്തത് സർക്കാരിന്റെ അനാസ്ഥയ്ക്ക് തെളിവാണെന്ന് അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. വാളയാർ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ പഠിച്ച സ്കൂളിലേക്ക് സമരസമിതി മാർച്ച് നടത്തി. കുട്ടികളുടെ അമ്മയും മാർച്ചിൽ പങ്കെടുത്തു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. വാളയാറിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമ്മയും സമരസമിതിയും നടത്തുന്ന സത്യഗ്രഹ സമരം ഇന്ന് അവസാനിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. 10-ാം തീയതി, ഈ വരുന്ന 10-ാം തീയതി മന്ത്രി AK ബാലന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. 10-ാം തീയതി അട്ടപ്പള്ളത്തെ ഇവരുടെ വീട്ടിൽ നിന്നും മാർച്ച് തുടങ്ങുകയും 11-ാം തീയതി പാലക്കാട്ടെ AK ബാലന്റെ വസതിയിലേക്ക് മാർച്ച് എത്തുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒക്ടോബർ 25-ന് ആരംഭിച്ച, അതായത് ഈ കേസിന്റെ വിധി ദിനം ആരംഭിച്ച 1-ാം വാർഷികം ആരംഭിച്ച ഈ സമരം ഒക്ടോബർ 31-ന്, അതായത് അന്നായിരുന്നു
ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം ഇവർ മുഖ്യമന്ത്രിയെ കണ്ടത്. ആ ദിവസം ഇന്നിവിടെ സമരം അവസാനിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിക്ക് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയുടെ മറുപടി ഇന്നലെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള അനാസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. നീതി ലഭ്യമാക്കും എന്ന് ഉറപ്പ് നൽകുമെങ്കിൽ പോലും അത്തരം നടപടികളൊന്നും തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് ഈ പെൺകുട്ടികൾ പഠിച്ച സ്കൂളിലേക്ക് സമരസമിതി മാർച്ച് നടത്തുകയും ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് തീരുമാനം. ഇടുക്കിയിൽ പീഡനത്തെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 17-കാരി മരിച്ചു. 60%-ലധികം പൊള്ളലേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഈ മാസം 23-നായിരുന്നു കട്ടപ്പന നരിയമ്പാറ സ്വദേശിയായ ദളിത് പെൺകുട്ടിയുടെ ആത്മഹത്യാശ്രമം. ഈ മാസം 21-നായിരുന്നു മനു മനോജ് എന്ന യുവാവ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും നാട്ടുകാരും വീട്ടുകാരും ചേർന്ന മനുവിനെ പിടികൂടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് 23-ന് പെൺകുട്ടി വീടിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 60%-ലധികം പൊള്ളലേറ്റ പെൺകുട്ടിയെ ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അറസ്റ്റിലായ മനോജിനെതിരെ പോസ്കോ ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ മനു മനോജിനെ ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. വളരെ സാധാരണമായ ഒരു ജനവാസ കേന്ദ്രത്തിന്റെ മുഖഛായ തന്നെ മാറ്റുകയായിരുന്നു ഗുരുഗ്രാമിലെ 2 പെൺകുട്ടികൾ. പ്രദേശത്തെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന സ്ഥലം ടിയാര എന്നീ പെൺകുട്ടികൾ ചേർന്ന് സുന്ദരമായ റെയിൻ ഗാർഡനായാണ് മാറ്റിയെടുത്തത്. ടിയയെയും ടിയാരയെയും കുറിച്ച് അപർണ ദ്വിവേദിയുടെ റിപ്പോർട്ട് കാണാം. Tyra and I decided to start this project specifically after we came across articles that said in a city of 2 crore people, there are only 1,200 rainwater harvesting systems. And on hearing this, the two of us just felt that something had to be done. And since our population is so large, why can't it be something that the community does together? When we started this project, the first thing we did was we surveyed the land. So we were looking for areas all around Delhi that were extremely water stressed, where we came across this region, Sagarpur West. We got permission to adopt the park, which is what we did. So how this differs from the regular rainwater harvesting system is that instead of a deep well, this is actually a shallow depression that's approximately 3 feet deep, and it runs the entire periphery of the park, thus covering a much wider area. So at the bottom we have larger stones which are then covered with horizontal perforated pipes, and then on top we have smaller stones, and then the rest of it is covered with mitti, and then we gently shape it into a bowl shaped depression where the top slope just redirects the water, and then we also planted shrubs and local hedge grass, low hedge grass, so that it helps bind the soil. कभी कचरे का पहाड़ होता था ये जगह पे, यहाँ पे लोग This park was a pile of garbage. People called it a dump. Now it has become a green lung for so many people. सारे लोगों को जीवन दान दे रहा है. Water is not just our business, it's everyone's business. Even a small gesture can go a long way and make a big difference. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.